നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. നെക്സസ് സെലക്ട് ട്രസ്റ്റ് എന്നൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ IPO വന്നിരിക്കുകയാണ്. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റാണ് ഈ കമ്പനി. മാളുകൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ വളരെ എക്സ്പേർട്സ് ആയിട്ടുള്ള ഇന്ത്യയിലെ ഒരു പ്രമുഖ കമ്പനിയാണ് നെക്സസ് സെലക്ട് എന്നുള്ള ഈ കമ്പനി. മഹാരാഷ്ട്ര ബേസ്ഡ് ആയിട്ടുള്ള ഈ കമ്പനി 3200 കോടി രൂപയാണ് മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അതിൽ 1400 കോടി രൂപയാണ് ഫ്രഷ് ഓഹരികളുള്ളത്. ബാക്കി 1800 കോടി രൂപ ഓഫർ ഫോർ സെയിലാണ്. ഈ കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് പറയട്ടെ, ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ സപ്പോർട്ട് ചെയ്യാനും പഠിക്കരുത്. ഏപ്രിൽ 9 മുതൽ 11 വരെയാണ് ഈ ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത് എന്നുകൂടി പറഞ്ഞിട്ട് നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. നെക്സസ് സെലക്ട് ട്രസ്റ്റ് ഇത് ഇൻ്റർനാഷണൽ ഇക്വിറ്റി ഫണ്ടായിട്ടുള്ള ബ്ലാക്ക് സ്റ്റോൺ അവർ ഫണ്ട് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. അവരുടെ ബാക്കപ്പിലാണ് ഈ കമ്പനി നിലനിൽക്കുന്നത്. മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ മാൾ നിർമ്മാണ റിയൽ എസ്റ്റേറ്റ് കമ്പനി കൂടിയാണ് നെക്സസ് സെലക്ട് എന്ന് പറഞ്ഞത്. 14ഓളം മേജർ സിറ്റികളിൽ വലിയ വലിയ മാളുകൾ ധാരാളമായിട്ട്, ഏകദേശം ഒരു 17ഓളം പ്രമുഖ മാളുകൾ ഈ കമ്പനിയുടേതായിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പനിയുടെ IPO ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് വിശദമായിട്ട് നോക്കാം. 17ഓളം മാളുകളെന്ന് പറയുമ്പോൾ തന്നെ 9.8 ദശലക്ഷം സ്ക്വയർ ഫീറ്റ് വലിപ്പം വരും. അതുകൂടാതെ 2 ഹോട്ടൽസ് ഉണ്ട്, 354 റൂംസ് വരുന്ന 2 ഹോട്ടൽസ്. അതുകൂടാതെ 1.3 ദശലക്ഷം സ്ക്വയർ ഫീറ്റ് വലിപ്പം വരുന്ന ഓഫീസ് സ്പേസസും കമ്പനിയുടേതായിട്ടുണ്ട് 2022 കണക്ക് വെച്ചിട്ട്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതുവരെ 3 റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റുകളാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ 4ാമത്തേതായിട്ടാണ് നെക്സസ് സെലക്ട് വരുന്നത്. നമുക്കറിയാം, മറ്റ് 3 എന്ന് പറയുമ്പോഴത്തേക്ക് എംബസി ഓഫീസ് പാർക്ക്, മൈൻഡ് സ്പേസ് ബിസിനസ് പാർക്ക്, ബ്രൂക്ക്ഫീൽഡ് ഇന്ത്യ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന 3 കമ്പനികൾ. ഇത് 3ഉം സാധാരണ നിലയിൽ ഓഫീസ് അസറ്റുകളാണ്. എന്നാൽ നെക്സസ് സെലക്ട് പൂർണ്ണമായിട്ടും നമുക്ക് ഒരു മാള് ബേസ്ഡ് ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും. 14ഓളം പ്രമുഖ നഗരങ്ങളിലാണ് ഈ 17 മാളുകൾ സ്ഥിതി ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് പറയുകയാണെങ്കിൽ ഡൽഹിയിലെ സിറ്റി വാക്ക്, അതുപോലെ തന്നെ ബാംഗ്ലൂർ ഉള്ള കോറമംഗല നെക്സസ്, പിന്നെ നെക്സസ് സീവുഡ്സ് നവി മുംബൈയിലുള്ളത്, പിന്നെ എലാൻറ്റെ എന്ന് പറയുന്ന ചാണ്ഡീഗറിൽ, പിന്നെ നെക്സസ് 1 അഹമ്മദാബാദിൽ. ഇതെല്ലാം തന്നെ എടുത്തു പറയേണ്ട പ്രമുഖ മാളുകളാണ്. അന്തർദേശീയ ഇക്വിറ്റി ഫണ്ടായിട്ടുള്ള ബ്ലാക്ക് സ്റ്റോൺ ഫണ്ട് ചെയ്തിട്ടുള്ള 3ാമത്തെ റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ് നെക്സസ് സെലക്ട്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള 3ാമത്തെ കമ്പനി. നമുക്കറിയാം, എംബസി ഓഫീസ് പാർക്കാണ് 1ാമത്തേത്, 2ാമത്തേത് മൈൻഡ് സ്പേസ് ബിസിനസ് പാർക്ക് എന്ന് പറയുന്ന കമ്പനിയും. ഇത് 3ാമത്തേതായിട്ട് ബ്ലാക്ക് സ്റ്റോൺ സ്പോൺസർ ചെയ്തിട്ടുള്ള കമ്പനിയാണ്. 1000ഓളം ഇൻ്റർനാഷണൽ ബ്രാൻഡുകളാണ് ഇവരുടെ മാളുകളിൽ കസ്റ്റമേഴ്സ് ആയിട്ടുള്ളത്. ഉദാഹരണത്തിന് ആപ്പിൾ, സാറ, H&M, യൂണിക്ലോ, പിന്നെ സെഫോറ, സൂപ്പർ ഡ്രൈ, ലൈഫ് സ്റ്റൈല്, ഷോപ്പ് സ്റ്റോപ്പ്, സ്റ്റാർബക്സ്, മാക്ഡൊണാൾഡ്, ഇങ്ങനെയുള്ള പ്രമുഖ ബ്രാൻഡുകളെല്ലാം തന്നെ നെക്സസ് സെലക്റ്റിൻ്റെ ഈ മാളുകളിലെ കസ്റ്റമേഴ്സായിട്ട് വന്നിട്ടുള്ളതാണ്. നെക്സസിൻ്റെ അഹമ്മദാബാദിലെയും ബാംഗ്ലൂരിലെയും മാളുകളാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. അഹമ്മദാബാദിലുള്ളത് നെക്സസ് അഹമ്മദാബാദ് 1, പിന്നെ ബാംഗ്ലൂരിലേത് നെക്സസ് കോറമംഗല. ഈ കാണുന്നത് ചെന്നൈയിലെ നെക്സസ് വിജയ, അതുകൂടാതെ ഭുവനേശ്വറിലെ നെക്സസ് എക്സ്പ്ലനേഡ്. ഇതിൽ മുകളിൽ കാണുന്നത് ബാംഗ്ലൂർ തന്നെയുള്ള നെക്സസ് ശാന്തിനികേതൻ, താഴെ പൂനെയിലെ നെക്സസ് വെസ്റ്റ് എൻഡ്. ഇതിൽ നോക്കൂ, മുകളിൽ കാണുന്നത് നെക്സസിൻ്റെ ഹൈദരാബാദിലുള്ള മാളാണ്. പിന്നെ ഉദയപൂരിലുള്ള നെക്സസ് സെലിബ്രേഷൻസ് എന്നുള്ള മാളാണ് താഴെ കാണുന്നത്. രസകരമായിട്ടുള്ള ബിൽഡിങ്ങുകളായതുകൊണ്ട് ഞാൻ ഈ ചിത്രങ്ങൾ ഇതിൻ്റെ കൂടെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. IPO വഴി ലഭിക്കുന്ന ഫണ്ട് പ്രധാനമായിട്ടും അവരുടെ കടബാധ്യതകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമെന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ അവരുടെ ഒരു ക്ലോസ് അസോസിയേറ്റ് ആയിട്ടുള്ള അസറ്റ് SPV എന്നുള്ള ഒരു കോർപ്പറേറ്റ് എൻറ്റൈറ്റിയുടെ ബാധ്യതകൾ തീർക്കുന്നതിന് വേണ്ടിയിട്ടും ആ ഫണ്ട് ഉപയോഗിക്കുമെന്ന് പറയുന്നു. അവരുടെ ജനറൽ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ബാക്കി ഉപയോഗിക്കപ്പെടുന്നതാണ്.
പിന്നെ ബ്ലാക്ക് സ്റ്റോൺ എന്ന ഇൻ്റർനാഷണൽ ഫണ്ടിൻ്റെ കുറച്ച് ഓഹരികൾ ഇത് ഓഫർ ഫോർ സെയിൽ വഴി വിറ്റഴിക്കുന്നുണ്ട്. അവർക്ക് കുറച്ച് ഫണ്ട് തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൂടാതെ പൂനെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ, കമ്പനിയുടെ തുടക്കം മുതലുള്ള ഒരു ഇൻവെസ്റ്റർ, അദ്ദേഹവും കുറച്ച് ഓഹരികൾ ഈ വഴി വിറ്റഴിക്കുന്നുണ്ട് ഓഫർ ഫോർ സെയിൽ വഴിയിട്ട്. അപ്പോൾ അത് കൂടാതെ കമ്പനിയുടെ ഫ്യൂച്ചർ പ്ലാനുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത് ചില സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങൾ, അതായത് ഗുവാഹട്ടി, അതുപോലെ ലക്നൗ, കൽക്കട്ട തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ അവർക്ക് പ്രസൻസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവിടെയും മാളുകൾ സ്ഥാപിക്കുക എന്നുള്ളൊരു ഉദ്ദേശം അവരുടെ ഫ്യൂച്ചർ പ്ലാനായിട്ട് പറഞ്ഞു കാണുന്നു. നെക്സസ് സെലക്ട് ട്രസ്റ്റിൻ്റെ പ്രധാന പ്രൊമോട്ടറായിട്ടുള്ള ഇൻ്റർനാഷണൽ ഫണ്ട് ബ്ലാക്ക് സ്റ്റോണിൻ്റെ സീനിയർ MD ഇന്ത്യയിലെ ആശിഷ് മൊഹത, അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ഇപ്പോൾ ഇഷ്യൂവിന് തൊട്ട് മുമ്പ് അവരുടെ കൈവശം, ബ്ലാക്ക് സ്റ്റോണിൻ്റെ കൈവശം 60% നെക്സസിൻ്റെ ഓഹരികളാണുള്ളത്. അത് ഇഷ്യൂ കഴിയുമ്പോൾ 43% ഇഷ്യൂ കഴിയുമ്പോഴും കമ്പനിയുടെ കൈവശം ഉണ്ടായിരിക്കും എന്നാണ്. അതായത് കമ്പനിയിലുള്ള വിശ്വാസം ബ്ലാക്ക് സ്റ്റോൺ വിടുന്നില്ല. മാത്രമല്ല, കമ്പനിയുടെ കൂടുതൽ ഓഹരികൾ ഇപ്പോഴും കൈവശം വയ്ക്കാൻ ബ്ലാക്ക് സ്റ്റോൺ ആഗ്രഹിക്കുന്നു. കാരണം ഈ മാൾ എന്ന ഈ ബിസിനസ് ഇന്ത്യയിൽ വളരെയധികം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സാണെന്ന് കമ്പനി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഫണ്ടിങ് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോഴും 43% ഓഹരികൾ കമ്പനിയുടെ കൈവശം ഉണ്ടാവും ആഫ്റ്റർ ഇഷ്യൂ എന്ന് തന്നെയാണ് ആശിഷ് മൊഹത പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് ഇവിടെ കാണുന്നത്. KFin ടെക്നോളജീസ് ലിമിറ്റഡ് ആണ് കമ്പനിയുടെ രജിസ്ട്രാർ. അതുകൂടാതെ ലീഡ് മാനേജേഴ്സായിട്ട് മോർഗൻ സ്റ്റാൻലി, JP മോർഗൻ, കോട്ടക് മഹീന്ദ്ര ക്യാപിറ്റൽ, ആക്സിസ് ക്യാപിറ്റൽ, BOFA സെക്യൂരിറ്റീസ്, അങ്ങനെ കുറച്ച് കമ്പനികൾ ഇതിൻ്റെ ലീഡ് മാനേജേഴ്സായിട്ടുമുണ്ട്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ് ഈ കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകളിൽ ഒന്ന് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. പ്രത്യേകിച്ച് മാളുകളുടെ കാര്യത്തിൽ. മാളുകളെല്ലാം തന്നെ പൂട്ടിയിടപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നല്ലോ ആ സമയത്ത്. അതുകൊണ്ട് തന്നെ ഒരു തകർച്ചയും പിന്നീട് അതിൽ നിന്നൊരു കരകയറലും ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ ഈ കമ്പനിയെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ 3 വർഷത്തെ കണക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഏറ്റവും പുതിയ 9 മാസത്തെ കണക്കുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി 2020 കണക്കൊന്ന് നോക്കാം. റവന്യൂ 1621.98 ആണ് 2020 കാണുന്നത്. ആ റവന്യൂ അടുത്ത വർഷമായപ്പോൾ 2021 ആയപ്പോഴേക്കും 906.98 എന്ന് കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. അതിൻ്റെ അടുത്ത വർഷം അല്പം കൂടിയിട്ടുണ്ട്, 1318.21 ആയിട്ടത് വർദ്ധിച്ചു വരുന്നുണ്ട്. ഇനി നെറ്റ് ഇൻകം നോക്കുക. 206.74 കോടിയാണ് 2020 അടുത്ത വർഷമായപ്പോഴത്തേക്കും കോവിഡിൻ്റെ ആ സമയത്ത് അടച്ചിടൽ കാലഘട്ടം, ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ 199.11 കോടി രൂപയുടെ നഷ്ടമാണ് കമ്പനിക്ക് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ അടുത്ത വർഷം ആ നഷ്ടം കുറഞ്ഞിട്ടുണ്ട്, 10.95 അത് കുറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഏറ്റവും പുതിയ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 9 മാസത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 257.02 കോടി രൂപ ഇപ്പോൾ നെറ്റ് ഇൻകമായിട്ട് 9 മാസത്തെ കണക്കിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മാർജിൻസ് നോക്കുകയാണെങ്കിൽ 12.75 ആയിരുന്നു 2020 അടുത്ത ഒരു വർഷം, അതായത് 2021 21.95 മൈനസാണ് ആ പെർസെൻറ്റേജ് കാണിക്കുന്നത്. 0.83% അടുത്ത വർഷം. പിന്നെ ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് 9 മാസത്തെ കണക്ക് അനുസരിച്ച് 17.57 എന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ കണക്കിൽ നമുക്ക് ഈ കോവിഡിൻ്റേതായിട്ടുള്ള ആ ഗതിയാണ് ഇവിടെ കാണിക്കുന്നത്. കമ്പനി ഒരുവിധം നല്ല പൊസിഷനിൽ നിന്ന് താഴത്തേക്ക് വരികയും വീണ്ടും പച്ച പിടിച്ചു വരുന്നു. 2022 മുതൽ 2023 കാലഘട്ടങ്ങളിൽ വീണ്ടും മികച്ച നിലയിലേക്ക് കമ്പനി വരുന്നുണ്ട്. അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് അല്ലെങ്കിൽ മാളുകളുടെ ബിസിനസ് വീണ്ടും പച്ച പിടിക്കുന്നതായിട്ടാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സെലക്റ്റിൻ്റെ ഇഷ്യൂ ഡീറ്റെയിൽസ് ഒറ്റ നോട്ടത്തിലൊന്ന് പരിശോധിക്കാം. ഏപ്രിൽ 9 മുതൽ 11 വരെയാണ് ഇഷ്യൂ ഡേറ്റ് കിടക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് ബാൻഡ് 95 രൂപ മുതൽ 100 രൂപ വരെയാണ്. 1400 കോടിയാണ് ഫ്രഷ് ഓഹരികൾ. അതുപോലെ തന്നെ ഓഫർ ഫോർ സെയിൽ 1800 കോടിയാണ്. അപ്പോൾ ടോട്ടൽ വരുമ്പോൾ 3200 കോടി രൂപയ്ക്കുള്ള ഓഹരികളാണ് ഇപ്പോൾ മാർക്കറ്റിലേക്ക് എത്തുന്നത്. ഇത് കമ്പനി 4000 കോടി രൂപയുടെ ഒരു ഇഷ്യൂ ആണ് ആദ്യം ഉദ്ദേശിച്ചിരുന്നതെങ്കിലും പിന്നീട് 3200 കോടി രൂപയായിട്ട് അത് ചുരുക്കുകയായിരുന്നു. ഇതിൽ ഒരു റീറ്റെയിലർക്ക് അപേക്ഷിക്കാവുന്ന ഓഹരികളെന്ന് പറഞ്ഞാൽ 150 ഓഹരികളാണ് മിനിമം അപേക്ഷിക്കാവുന്നത്. അപ്പോൾ 15,000 റുപ്പീസ് വരും.
ഹൈ എൻഡ് പ്രൈസ് ബാൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ. അങ്ങനെ നമുക്ക് 2 ലക്ഷം രൂപ വരെ റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാം. 25% റീറ്റെയിലേഴ്സിന് ലഭിക്കുകയുള്ളൂ. 75% ഇവർ ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് ഓഫർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ അലോട്ട്മെൻറ്റ് നോക്കുക, ഇതിൻ്റെ ഡേറ്റുകളിലേക്കൊന്ന് നോക്കാം. അലോട്ട്മെൻറ്റ് വരുന്നത് 16-ാം തീയതിയാണ്. റീഫണ്ട് മെയ് മാസം 17-ാം തീയതിയും ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് 18-ാം തീയതി മെയ് മാസം വരുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ലിസ്റ്റിംഗ് വരുന്നത് മെയ് 19-ാം തീയതിയാണ്. ഇനി ഇത് വാങ്ങണോ വേണ്ടയോ എന്നൊക്കെ പലർക്കും സംശയമുണ്ട്. റിയൽ എസ്റ്റേറ്റ് മേഖല ആൻഡ് ഫ്ലക്ച്വേഷനൊക്കെ ഉള്ള ഒരു മേഖലയാണ്. എങ്കിൽ പോലും കമ്പനി ഒരു അടിസ്ഥാനപരമായ ആയിട്ട് ഒരു മൂല്യമുള്ള കമ്പനി ആയതുകൊണ്ട് ലോങ് ടേമിലേക്ക് നിക്ഷേപിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ ഇത് ഒരു ലിസ്റ്റിംഗ് ഗെയിൻ ലഭിക്കുമോ എന്ന് ചോദിക്കുന്നവരുണ്ടാവും. കിട്ടുകയാണെങ്കിൽ ഒരു ചെറിയ രീതിയിലുള്ള ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടിയേക്കാം. എന്നാൽ ലോങ് ടേമിലേക്ക് കമ്പനി മികച്ചതാണ് എന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത്. നെക്സസ് സെലക്ട് ട്രസ്റ്റിൻ്റെ IPO വിശേഷങ്ങൾ കേട്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും മാർക്ക് ചെയ്യാനായിട്ട് മടിക്കരുത്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എല്ലാ രീതിയിലും. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.